നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന 55-കാരനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. ഇതിനേക്കാളും നല്ലത് മുണ്ടും തിരിച്ച് റോഡ് തിരിക്കാനില്ല. അന്തസ്സുണ്ടായിരുന്നല്ലോ. ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഈ വെള്ളം പോലും കുടിക്കാതെ കിടന്ന് നടന്ന് എൻ്റെ പൈസ ഒന്നും കരവാളൂർ വെച്ച്, ഒന്ന് പുനലൂർ HS ഓഫീസിൻ്റെ അവിടെ വെച്ച്. ഓർമ്മയുണ്ടോ? എന്നെ രക്ഷിച്ചത് വേറെത്തുള്ള ഒരു മുതലാളി 5000 രൂപ എനിക്ക് ഇട്ട് തന്നു. പുനലൂർ വെഞ്ചേമ്പ് ബ്ലാത്തൂർ ഹൗസിൽ 55 വയസ്സുള്ള ഷാജിനെയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇയാളിപ്പോൾ കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുംതാസ് മനസിലിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അപ്പൊ എന്റെ കയ്യിൽ ചില്ലറയായിരുന്നു 1500 രൂപ ചില്ലറ, 200-500 നോട്ട്. എനിക്ക് ചില്ലറ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഉള്ളൂ. ഒരു ഭാഗം കഴിക്കാതെ ഈ മോലാലിയുടെ കടയിൽ ഒരു നേരത്തെ ആകാരം വെച്ചിട്ട് പോകാതെന്ന് പറഞ്ഞിട്ട് കാക്കി പാൻറ്, ചെരുപ്പ് കണ്ട സാറിന്റെ കളറിലെ ചെരുപ്പ്, പിന്നെ ബെൽറ്റ് സാറിന്റെ കളറിലെ, എന്നിട്ട് ഇയാൾ പച്ചടങ്ങുന്ന ചെറിയ പുള്ളിയുള്ള ഉടുപ്പ്. സാറൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ മാത്രക്കാരിയാണ്. എന്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പാപ്പ. വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ ആവശ്യപ്പെടും. 5000 രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ 2500 രൂപ പണമായും ബാക്കി 2500 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് നൽകുവാനും ആവശ്യപ്പെടും. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇയാളുടെ തട്ടിപ്പിനിരയായത്. ഫോൺ ഇങ്ങനെ എടുക്കുമ്പോ ഫോൺ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, ഊട്ടിക്ക് കയറാൻ സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1500 രൂപ ചില്ലറയാണ് കൊടുക്കുന്നത്. 2500 നോട്ട്, 2500 രൂപയുടെ ടിക്കറ്റ്. അപ്പൊ അങ്ങനെ പോലീസല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടി പല വണ്ടിക്കും കൈ കാണിച്ചു. കാറിന് മുമ്പ് വരെ എടുത്തു കയറി, പക്ഷെ ആരും നിർത്തിയില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പാവപ്പെട്ടവരെ പറ്റിച്ച് സുഖിച്ച് ജീവിച്ചു വരുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അഞ്ചൽ മാത്ര സ്വദേശിയായ സുജാതയെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കരസ്ഥമാക്കി മുങ്ങുകയും ചടയമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് പൂയപ്പള്ളിയിൽ സമാനമായ രീതിയിൽ കുറ്റം ചെയ്തതിന് ഇയാളെ പൂയപ്പള്ളി പോലീസ് പിടികൂടുന്നത്. തുടർന്ന് ഇയാളെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ ചടയമംഗലം, കായംകുളം, കൊട്ടിയം, എഴുകോൺ, കൊട്ടാരക്കര എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകളുണ്ട്. 2021 സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെ നാൾ ജയിൽവാസം അനുഭവിച്ച ആളുമാണ് പ്രതിയായ ഷാജ്. ചടയമംഗലം CI സുനീഷ്, SI മോനിഷ്, പ്രൊബേഷൻ SI ശ്യാം, CPOമാരായ അജിത്ത്, ജോബി എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.